ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റും കാണിച്ചു തരാം കേട്ടോ. എല്ലാ ദിവസവും ഞാൻ പറയും ഇന്നില്ലേ നല്ല ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ബെഡ്ഷീറ്റ് മാത്രമുള്ള കടയാട്ടോ ഇത്. ബെഡ്ഷീറ്റ്, കംഫർട്ടർ, കർട്ടന്, റണ്ണേഴ്സ്, ടേബിൾ ക്ലോത്ത്, കിച്ചൺ ടവൽ, ഡോർ മാറ്റ്സ്, കുഷ്യൻ കവേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കടയിലുള്ളൂ. അപ്പൊ അതെല്ലാം ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരുവാണ്. ഈ പ്രാവശ്യം ക്രിസ്മസിനുണ്ടല്ലോ, മീൻസ് എല്ലാ പ്രാവശ്യവും നമ്മൾ റെഡ്, ഗ്രീന് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ആണല്ലോ ഇടുന്നത്. അപ്പൊ ഞാനൊരു നല്ലൊരു പിക്ചർ ഒരു സ്ഥലത്ത് കണ്ടേ. അവരവരുടെ, അത് കഴിഞ്ഞ വർഷം കണ്ടതാട്ടോ, അവരവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട സമയത്ത് ക്രിസ്മസിന് ഇട്ടിരിക്കുന്ന കുഷ്യൻ കവറും ലൈക്ക് ചെയറിന്റെ ബാക്ക് സാധനങ്ങളൊക്കെ ഈ ഒരു പ്രിന്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കത് കിട്ടിയിരിക്കുന്ന റണ്ണറിൽ മാത്രമാണ്. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഇല്ലേ ചില ആൾക്കാർ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെക്കുന്ന പിക്ചേഴ്സ് ആണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ബുക്കിനകത്ത് നല്ല ഭംഗിയായിട്ട് ഒരു ഫോറിൻ ബുക്ക് എവിടുന്നോ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ. അതായത് നല്ലൊരു ബുക്ക്, ആ ബുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട് താനും. നല്ല രസമായിട്ടുള്ള ആ ബുക്കിനകത്ത് കിട്ടിയ ആ പ്രിന്റ് നമ്മൾ റണ്ണേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങളൊരു സിൽവർ കോട്ടിങ് കാണാം കേട്ടോ. അത് ആക്ച്വലി സിൽവർ ത്രെഡ് ആണ്, അത് പോകത്തില്ല. നല്ല ഭംഗിയായിട്ടുള്ള സിൽവർ ത്രെഡ് ആട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല, എൻ്റെ മനസ്സിൽ ഇതൊക്കെ മത്തങ്ങ, പൂവ്, കായ് ഇതൊക്കെയാണ് കേട്ടോ. നല്ല രസമായിട്ടൊരു വെറൈറ്റി ആയിട്ട് ഇടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റുന്ന നല്ലൊരു റണ്ണറാട്ടോ. ഒരു 6 സീറ്ററിന്റെ സൈസിൽ വരുന്ന റണ്ണറാണ്. കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ നമ്മളോട് ചോദിക്കണേ. ഇനിയുള്ളത് നല്ല 3 ലെയർ പുതപ്പാട്ടോ. 3 ലെയർ പുതപ്പ് പറഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല കോട്ടന്റെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയായിരിക്കും. നടുക്കൊരു നല്ല വേറൊരു കോട്ടന്റെ ഒരു സംഭവമായിരിക്കും. അതിന്റെ സ്പെഷ്യൽ ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയായിട്ടുള്ള 3 ലെയർ പുതപ്പാണ്. മാഗ്നിസ്കേപ്സിന്റെ 3 ലെയർ പുതപ്പുകളൊക്കെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി 3 ലെയർ പുതപ്പാണ്. ഇതുപോലെ തന്നെ നമുക്ക് പല റേറ്റിലും പല സംഭവത്തിലൊക്കെ കിട്ടും. നമ്മുടെ സാധനങ്ങളുടെയൊക്കെ ചില വിലകളില്ലേ കുറച്ച് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കരുത്, ആ സാധനത്തിന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് അതുപോലെ വന്നിരിക്കുന്നതെന്ന് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പുതപ്പ്. അതിന്റെ ഒരു സൈഡ് ഇത്, ഒരു സൈഡ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇതിന്റെ സിംഗിൾ സൈസും വലിയ സൈസും അവൈലബിൾ ആണ്. സിംഗിൾ നമ്മൾക്കിപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴില്ല, ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരിക്കുവേ. ഈ ഹസ്ബൻഡും വൈഫൊക്കെ നല്ല സ്നേഹമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല ഉറക്കത്തിൽ ഈ പുതപ്പെന്ന് പറഞ്ഞ സാധനം വലിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് നല്ല പിപ്പിന് വരും കേട്ടോ, ദേഷ്യം വരും. അപ്പം നമ്മളിപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ തന്നെ സിംഗിൾ പുതപ്പ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് ഇച്ചിരി ഡിസ്റ്റർബൻസ് വരുവേ. എന്നാലും ഡബിൾ ഇഷ്ടമുള്ളവർ ഡബിൾ മേടിച്ചു, അതിനും കുഴപ്പമില്ല കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടമില്ല ഉറക്കത്തിൽ ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഉറങ്ങുമ്പോൾ ഈവൻ ഫോൺ പോലും ഞാൻ വൈബ്രേറ്ററിലാണ് വെക്കത്തുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് പിപ്പിരിയാ. കാരണം വെച്ചാൽ വേഗം നമുക്ക് ഒരു കോൾ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടമില്ലല്ലോ. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉറക്കം കിട്ടുന്ന ഒരു ഭാഗ്യം കേട്ടോ. അതൊരു എന്താ പറയുക, ചില ആൾക്കാർക്ക് ഉറക്കമേ ഇല്ല. അവരുടെ കയ്യിൽ കുറേ കാശുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ ഉറക്കമില്ല. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞ സൂത്രം ഉണ്ടല്ലോ, ഒരു ഭയങ്കര വലിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 890 റുപ്പീസ് ആട്ടോ. ഈ ക്രിസ്മസ് ബെഡ്ഷീറ്റിന്റെ റേറ്റ്, ക്രിസ്മസ് ബെഡ്ഷീറ്റിന്റെ റേറ്റുകൾ പല റേറ്റുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഉണ്ട്. അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ പ്രിന്റിങ്ങിലും വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ചിലത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തേന് 890 റുപ്പീസ് ആണ്. വിത്ത് 2 പില്ലോ കവേഴ്സ്, 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ 2 ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ക്യൂൺ സൈസിന്റെ സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും ഇത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രിന്റ്, ഇത് എനിക്ക് തോന്നി ഇത് ഒരു പ്രാവശ്യം ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു കുഞ്ഞു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ശരി, അത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ എടുത്തപ്പോൾ ഓർത്തു അത് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് തെങ്ങൊക്കെയാണ്.
തെങ്ങ് കല്ല്. പക്ഷെ ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല പ്ലീസിങ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ റൂം സെറ്റ് ചെയ്യുമ്പോഴില്ലേ നമുക്ക് നല്ല പ്ലീസിങ് ആയിട്ടൊക്കെ തോന്നാൻ പറ്റുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. പ്രത്യേകിച്ച് ഈ 1 വയസ്സിനും 4 വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സിൽ കൊടുക്കണം. അവർ ചീത്തയാക്കൂലോ എന്നോർത്ത് കറുത്ത കളറും ഡാർക്ക് ബ്രൗണും ഒന്നും കൊടുക്കരുത്. കാരണം വെച്ചാൽ ഈ ബെഡ്ഷീറ്റിലൊക്കെ വല്ല ഉറുമ്പൊക്കെ കയറി കിടന്ന അവർക്ക് ഇത് ഉറുമ്പാണെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ കടിച്ചിട്ട് പോകും കേട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ നോക്കി നമുക്ക് ലൈറ്റ് വെയിറ്റ് കൊടുക്കാം, നമ്മുടെ പിള്ളേരല്ലേ. അപ്പൊ നല്ല 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഇനി അടുത്ത ഷീറ്റ്, ഇതും ക്യൂൺ സൈസ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഡെയിലി യൂസിന് വിരിക്കാൻ പറ്റുന്ന നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. നല്ല പില്ലോ കവേഴ്സ് ആട്ടോ, വലിയ പില്ലോ കവേഴ്സാ. സാധാരണ പില്ലോ കവേഴ്സാലും കവറിനേക്കാളും കുറച്ചുകൂടി വലുതാട്ടോ മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ്. ഇനി വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന്റെ താഴെയാണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഞ്ഞു മത്തങ്ങ, ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ആദ്യം വന്നിരിക്കുന്ന ആ റണ്ണറില്ലേ, ആ റണ്ണറും ഈ ഒരു ബെഡ്ഷീറ്റും ഒക്കെ നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒക്കെ സൈഡ് ടേബിൾ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന ആലോചിക്കണം കേട്ടോ. അന്നേരം ആലോചിച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിവുണ്ടായിരിക്കും. പക്ഷെ സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഉണ്ടാവും. പിന്നെ കുറച്ച് മടിയായിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സൂത്രമേ. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാം. തൊണ്ട പോയിരിക്കുവാണേ, കുറെ അലറിയതുകൊണ്ടാ. അപ്പം വാഷിംഗ് മെഷീൻ കഴുകാം. പിന്നെ അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇനി ഒരു വെറൈറ്റി ബെഡ്ഷീറ്റ് ആട്ടോ. അതായത് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ഇംഗ്ലീഷ് പ്രിന്റ്, ഇംഗ്ലീഷ് ഫ്ലോറൽ, അത് ഇതെന്നൊക്കെ പറയത്തില്ലേ. ഈ ബെഡ്ഷീറ്റിന് ഒരു പേരുണ്ട്, പക്ഷെ ഇതിന്റെ പേര് എന്നെ പഠിപ്പിച്ചതാ, പക്ഷെ എനിക്ക് അത് കിട്ടുന്നില്ല. പക്ഷെ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നമ്മളിങ്ങനെ ഈ ഗോവ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴില്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾ അവര് അവരുടെ ഫർണിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ അവരുടെ വാൾപേപ്പർ, പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റിലെ എന്താ പറയുന്നത് വാളിലുള്ള കുഞ്ഞു കുഞ്ഞ് ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതുള്ളത് നമുക്ക് എപ്പോഴും ബെഡ്ഷീറ്റ് അല്ലേ. ഇതുണ്ട് നല്ല ബെഡ്ഷീറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. നല്ല രസമായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്. ഇവിടെ നമ്മുടെ പില്ല നമ്പർ 795 എറണാകുളത്ത് നിന്ന് വരുമ്പോഴും വൈറ്റിലയിൽ നിന്ന് വരുമ്പോഴും പില്ല നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് മാഗ്നിസ്കേപ്സ് കടയുള്ളത്. ഫ്രണ്ട് വശത്ത് ഒരു വണ്ടിക്ക് പാർക്കിങ്ങും, അത് കണ്ട ഒരു വീടൊക്കെ പോലെ ഇരിക്കും കേട്ടോ, പക്ഷെ വീടൊന്നും അല്ല. ഫ്രണ്ട് വശത്ത് ഒരു വണ്ടിക്ക് പാർക്കിങ്ങും, ആ റോഡിൽ കൂടെ തന്നെ ബാക്കിലോട്ട് വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരു 25 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആണ്. അവിടെ കയറി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നാൽ മതി. അപ്പം നമ്മുടെ വണ്ടി വഴി കിടക്കുവാണോ എന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ നല്ല ഉറക്കം കിട്ടണേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. താങ്ക് യു.